ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്, വോട്ടെണ്ണൽ മെയ് 4-ന്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ രാഷ്ട്രീയ ചൂടേറുന്നു. സംസ്ഥാനം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനൊരുങ്ങി ജില്ലയിലെ മണ്ഡലങ്ങൾ. തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു മുഴം മുന്നേറിഞ്ഞ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി ചർച്ച തീരാതെ UDFും NDAയും. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. MP മാർ മത്സരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് കെ മുരളീധരൻ. ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത് നിയമന ഉത്തരവിലെ പിഴവ് മൂലം. ദേവീസ്തുതികളാൽ മുഖരിതമായി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവ്. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന് നടക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 23 വരെ പത്രിക സമർപ്പണം നടക്കും. 24-ന് സൂക്ഷ്മ പരിശോധനയും നടക്കും. 2.70 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുങ്ങുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ തൃശൂർ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ. തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, P ബാലചന്ദ്രൻ MLA, മുൻ മന്ത്രി VS സുനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി നഗരസഭയിലെ UDF കൌൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം. LDF പിന്തുണയോടെ DICC സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാണ് ബിജു ചിറയത്ത് ആദ്യമായി നഗരസഭാ കൌൺസിലറായത്. പിന്നീട് 4 വട്ടം UDF ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു. ഇത്തവണ നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയം സ്വന്തമാക്കിയത്. പറവൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി യാത്ര തിരിച്ച E.T. ടൈസൺ MLAക്ക് കയ്പമംഗലത്ത് യാത്രയയപ്പ് നൽകി. ശ്രീനാരായണപുരം പള്ളിനടയിലെ MLA ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്രയിൽ വാദ്യമേളങ്ങളും ഇരുചക്രവാഹനങ്ങളും അകമ്പടിയായി. ജില്ലാതിർത്തിയായ മൂത്തക്കുന്നത്ത് പറവൂർ മണ്ഡലത്തിലെ LDF പ്രവർത്തകർ യാത്രയെ സ്വീകരിച്ചു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് E.T. ടൈസൺ നേരിടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ രാഷ്ട്രീയ ചൂടേറുന്നു. സംസ്ഥാനം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനാണ് ജില്ലയിലെ പല മണ്ഡലങ്ങളും തയ്യാറെടുക്കുന്നത്. തൃശൂർ പിടിച്ചാൽ തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ചുവടുവയ്ക്കാമെന്ന തിരിച്ചറിവിലാണ് LDFും UDFും കച്ചമുറുക്കുന്നത്. ജില്ലയിൽ നിർണായക ശക്തിയാണെന്ന് BJP മുന്നണിക്കും തെളിയിച്ചേ മതിയാകൂ. തെരഞ്ഞെടുപ്പ് പൂരത്തിന് വിളംബരമായതോടെ മുന്നണികൾ രാഷ്ട്രീയ വെടിക്കെട്ടിന് തിരികൊളുത്തിക്കഴിഞ്ഞു. സാമ്പിൾ അത്ര മോശമായില്ല. LDFിലെ CPI പ്രതിനിധിയായി നിയമസഭയിൽ നാട്ടികയെ പ്രതിനിധീകരിച്ച CC മുകുന്ദൻ കാലാവധി തീരും മുൻപ് പാർട്ടിക്ക് പുറത്തായി. സ്ഥാനാർത്ഥിയായ ഗീതാ ഗോപിക്കെതിരെ പേയ്മെന്റ് സീറ്റടക്കം ആരോപണമുയർത്തിയ മുകുന്ദന്റെ കലാപം LDFിന് പടക്കിറങ്ങും മുൻപുള്ള പുലിവാലായി. സ്വതന്ത്ര വേഷത്തിൽ CC മുകുന്ദൻ എത്തുമ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത സ്ഥിതിയിലാണ് UDF. തൃശൂർ നിയോജകമണ്ഡലത്തിൽ വിജയത്തിന്റെ കവിത എഴുതാൻ കവി ആലങ്കോട് ലീലാകൃഷ്ണന് CPI സ്ഥാനാർത്ഥി തൂലിക നൽകിക്കഴിഞ്ഞു.
പരാജയം കൊണ്ട് മുറിവേറ്റ പത്മജ താമരത്തണലിൽ വിജയ ഔഷധം തേടി കളത്തിലുണ്ട്. സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പൊരിച്ചിൽ കാരണം കോൺഗ്രസ് തീരുമാനം പുകമറയിൽ. പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ ഒത്ത സ്ഥാനാർത്ഥിയെ CPI ഇത്തവണ കണ്ടെത്തിയതും തൃശൂരിൽ നിന്നാണ്. കയ്പമംഗലം MLA E.T. ടൈസൺ പറവൂരിൽ അങ്കത്തട്ടിൽ കച്ചമുറുക്കി കഴിഞ്ഞു. കയ്പമംഗലം നിലനിർത്താൻ മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജിലാണ് CPI പ്രതീക്ഷ വയ്ക്കുന്നത്. മണലൂരിൽ സിറ്റിംഗ് MLA മുരളി പെരുന്നെല്ലിയെ ഒഴിവാക്കിയപ്പോൾ മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥിനെ CPM കളത്തിലിറക്കി. TN പ്രതാപനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും നേരത്തെ ഗോതയിലുണ്ട്. ഒല്ലൂർ നിലനിർത്താൻ മന്ത്രി K. രാജനല്ലാതെ മറ്റൊരു പേരും CPIക്ക് മുന്നിലില്ല. ഷാജി കോടങ്കണ്ടത്തെന്ന ഒറ്റപ്പേരിലേക്ക് കോൺഗ്രസും എത്തി. ചാലക്കുടിയിൽ രണ്ടാം ഊഴം തേടി സനീഷ് കുമാർ ജോസഫ് വീണ്ടും UDFനായി ഇറങ്ങുന്നു. ഗുരുവായൂർ NK അക്ബർ, ഇരിങ്ങാലക്കുട മന്ത്രി R. ബിന്ദു, കുന്നംകുളം AC മൊയ്തീൻ, ചേലക്കര UR പ്രദീപ്, പുതുക്കാട് KK രാമചന്ദ്രൻ, വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പിള്ളി എന്നീ സിറ്റിംഗ് MLAമാരെ CPM വീണ്ടും ജനവിധി അറിയാൻ നിയോഗിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ CPIയുടെ സിറ്റിംഗ് MLA VR സുനിൽകുമാർ വീണ്ടും ഇറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ് എതിരാളി. ലീഗ് മത്സരിക്കുന്ന ഗുരുവായൂരിൽ CH റഷീദിനെ സ്ഥാനാർത്ഥിയായി നേതൃത്വം നിശ്ചയിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുടിയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടൻ ഒരിക്കൽ കൂടി ഇറങ്ങും. കോൺഗ്രസ് മത്സരിക്കുന്ന ചില സീറ്റുകളിൽ ചർച്ചകൾ തുടരുകയാണ്. BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും വ്യക്തത വരാനുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു മുഴം മുന്നേറിഞ്ഞ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ചർച്ച തീരാതെ UDFും NDAയും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സീറ്റായ ചാലക്കുടിയിൽ മാത്രമാണ് തൃശൂർ ജില്ലയിൽ ഇടതിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബാക്കിയുള്ളത്. ഇതേസമയം UDFിലെ മുഴുവൻ സീറ്റുകളിലും ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല. അർഹമായ പരിഗണന വേണമെന്ന സഭയുടെ ആവശ്യത്തെ തുടർന്ന് തൃശൂരിൽ മുൻ മേയർ രാജൻ പല്ലനാണ് സാധ്യത. ഇതോടെ സജീവ പരിഗണനയിലായിരുന്ന TV ചന്ദ്രമോഹന്റെ സാധ്യത മങ്ങി. വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന് പകരം ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഡൽഹിയിൽ ഉന്നത സ്ഥാനത്തുള്ള മലയാളിയായ നേതാവിന്റെ ശ്രമം. ഇതോടെ ജില്ലയിൽ നായർ സമുദായാംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന അസംതൃപ്തി ഈ വിഭാഗത്തിനുണ്ട്. ചേലക്കര മണ്ഡലം വെച്ചുമാറാമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് ലീഗ് സമ്മതം അറിയിച്ചിരുന്നില്ല. മണ്ഡലത്തിൽ സജീവമായ KV ദാസിന് പകരം ശിവൻ വീട്ടിക്കുന്ന് എന്ന പ്രാദേശിക നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം ശ്രമം തുടരുകയാണ്. കുന്നംകുളം മണ്ഡലം ഘടകകക്ഷിയായ CMPക്ക് നൽകാനാണ് നീക്കം. ഇവിടെ വിജയകൃഷ്ണൻ എന്നയാൾ സ്ഥാനാർത്ഥിയായേക്കും. NDA ഇനിയും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുത്തിട്ടില്ല. പത്മജ വേണുഗോപാൽ തൃശൂർ, അഡ്വക്കേറ്റ് നിവേദിത ഗുരുവായൂർ, KK അനീഷ് കുമാർ ഒല്ലൂർ, A. നാഗേഷ് പുതുക്കാട്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ എന്നിങ്ങനെയാണ് നിലവിൽ ഉയരുന്ന പേരുകൾ. TCV തൃശൂർ. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സെറ്റായി കഴിഞ്ഞു. CPM നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. K. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് ചെന്നിത്തല വ്യക്തമാക്കി. MPമാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഡൽഹിയിലാകും അന്തിമ തീരുമാനമുണ്ടാവുക. തിങ്കളാഴ്ച സുധാകരനുമായി ഡൽഹിയിൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാണ്. അവസാനത്തെ ക്യാബിനറ്റിൽ വെറുതെ തീരുമാനങ്ങളെടുത്തു. ഇതൊന്നും നടപ്പാക്കാനല്ല, ആളുകളെ കളിപ്പിക്കാനാണ്. ഈ കഴിഞ്ഞ 2-3 ക്യാബിനറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ തീരുമാനങ്ങളും എടുത്തു. കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത എല്ലാ തീരുമാനങ്ങളും 2 ക്യാബിനറ്റിലൂടെ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനമെടുക്കുകയാണ്. ഇതൊന്നും നടപ്പാക്കാനല്ല, തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുത്തുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. തെരഞ്ഞെടുപ്പായതോടു കൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്ന് അറിയാമല്ലോ. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകില്ല. 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നോടിയായി പൂങ്കുന്നം മുരളി മന്ദിരത്തിലെത്തി അച്ഛന്റെയും അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 48 മണിക്കൂറിനുള്ളിൽ 140 മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. MPമാർ മത്സരിക്കുന്നതിനോട് യോജിപ്പില്ല. സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തട്ടലും മുട്ടലും പതിവാണ്. എന്നാൽ മുൻകാലത്തെ അപേക്ഷിച്ച് ഇക്കുറി കുറവാണെന്ന് പറഞ്ഞ അദ്ദേഹം ഡൽഹിയിലൊക്കെ ധാരാളം മുറി കിട്ടാനുണ്ടെന്നും പരിഹാസരൂപേണ പറഞ്ഞു. നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും. മിനിമം 100 സീറ്റ് ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്.
എംപിമാരും മത്സരിക്കുന്നതിനോട് എന്താ? അതിനോട് ഞാൻ അന്ന് ഇന്ന് യോജിപ്പില്ല. കെ സുധാകരന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിക്കുന്ന ആളാണ് സുധാകരൻ. അവിടെ ഞങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. തട്ടലും മുട്ടലൊക്കെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. ഇത്തവണ വളരെ കുറവാണ്. നിങ്ങൾ ഡൽഹിയിൽ തന്നെ പരിശോധിച്ചാൽ കാണാം. ഇത്തവണ ഡൽഹിയിലൊക്കെ ഇഷ്ടം പോലെ മുറി കിട്ടാനുണ്ട്. മുമ്പ് അങ്ങനെയാണോ? കേരള ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മുറി ഡൽഹിയിൽ ബാക്കി ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാ മുറി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി AV ഗോപിനാഥ് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് AV ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. നിയമന ഉത്തരവിലെ പിഴവ് മൂലമാണ് രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത്. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, MU ഷിനിജ എന്നിവർ പങ്കെടുത്തു. ഈ മാസം 8-ന് AV ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നുവെങ്കിലും സാങ്കേതികമായ പിഴവുകൾ നിയമക്കുരുക്കിന് വഴിവെക്കുകയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ കാലാവധി തീരുന്നതിന് മുൻപേ അദ്ദേഹത്തെ രാജിവെപ്പിച്ചായിരുന്നു ഗോപിനാഥിനെ നിയമിച്ചത്. എന്നാൽ വിജയന് പകരക്കാരനായി നിയമിക്കുന്നു എന്ന ഉത്തരവ് വന്നതോടെ വിജയന്റെ കാലാവധി അവസാനിക്കുന്ന മാർച്ച് 13 വരെ മാത്രമേ ഗോപിനാഥിന് തുടരാനാകൂ എന്ന വാദമുയർന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവും മുൻ ഭരണസമിതി അംഗവുമായ K കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കിയത്. കോടതി ഇടപെടൽ ഭയന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്തുമാണ് ഞായറാഴ്ച തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ നടത്തിയത്. റവന്യൂ, ദേവസ്വം, നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് സത്യപ്രതിജ്ഞയും തെരഞ്ഞെടുപ്പും ആവർത്തിക്കാൻ കാരണമായത്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ശ്രദ്ധിച്ചില്ല എന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം ഗോപിനാഥിനൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ MU ഷിനിജയ്ക്ക് ഇത് ബാധകമാവില്ല. ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായ ഒഴിവിലേക്കാണ് ഷിനിജയെ സർക്കാർ നിയമിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ. മീനഭരണയാഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. ഇനിയുള്ള നാളുകളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തും. ഈ മാസം 22-നാണ് മീനഭരണയാഘോഷം. മീനമാസച്ചൂടിൽ കോമരം തുള്ളുന്ന അരയാലിലകളെ സാക്ഷിയാക്കിയാണ് കുരുമ്പക്കാവിനെ ചെമ്പട്ടൊടുപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നത്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർ ദീപസ്തംഭത്തിന് കീഴിൽ വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ കുഴിയെടുത്തു മൂടി മൺതിട്ടയൊരുക്കി. അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു. തുടർന്ന് ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളിത്തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. മറുപടിയായി വടക്കേ മലബാറിൽ നിന്നെത്തിയ തച്ചോളിത്തറവാട്ടുകാർ കോഴിക്കല്ലിൽ ആദ്യ കോഴിയെ സമർപ്പിച്ചു. ശേഷം വിവിധ ദിക്കുകളിൽ നിന്നെത്തിയ ഭക്തർ ഭഗവതിക്കായി പട്ടും കോഴിയും സമർപ്പിച്ച് ഭക്തി നിർഭരമായ അർപ്പണത്തിൽ പങ്കുചേർന്നു. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പൂർത്തിയായതോടെ ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർന്നു. അതോടെ മീനഭരണിയുടെ ഉത്സവ ദിനങ്ങൾക്കുള്ള ഔപചാരിക തുടക്കമായി. ഇനി മുളന്തണ്ടിൽ താളമിടുന്ന ഭരണിപ്പാട്ടുകളുടെ നാദവും അരമണിക്കിലുക്കവുമായി ഉറഞ്ഞുതുള്ളുന്ന കോമരക്കൂട്ടങ്ങളുടെ ആവേശവും നിറയും ദിവസങ്ങളാണ്. അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്ദനച്ചാർത്ത് പൂജയും ആയിരങ്ങൾ സാക്ഷിയാകുന്ന കാവുതീണ്ടലുമാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണിനാളിൽ വെന്നിക്കുടി നാട്ടി കൂശ്മാണ്ഡ ബലിയർപ്പിക്കുന്നതോടെ മീനഭരണി ആഘോഷത്തിന് സമാപനം കുറിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. TCVക്ക് സംസ്ഥാന പുരസ്കാരം. ബഡ് സംസ്ഥാന കലോത്സവത്തിന്റെ മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരമാണ് TCVക്ക് ലഭിച്ചത്.
തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ഫെബ്രുവരി 13-14 തീയതികളിലായാണ് കുടുംബശ്രീ സംസ്ഥാന ബഡ്സ് കലോത്സവം അരങ്ങേറിയത്. 4 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടിംഗിന് മാതൃഭൂമിയും, മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫറായി ദേശാഭിമാനിയിലെ ഡിവിഡ് പോളും, സമഗ്ര കവറേജിന് കേരള കൗമുദിയും തിരഞ്ഞെടുക്കപ്പെട്ടു. കാട്ടകാമ്പാലയിൽ SFI കോൺഗ്രസ് സംഘർഷം. ഒരു SFI പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പരിക്കേറ്റു. SFI പ്രവർത്തകൻ VM അഭിനവ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജംഷീർ എന്നിവർക്കാണ് പരിക്ക്. ചിറക്കൽ ഫെസ്റ്റിനിടെ CPM പ്രവർത്തകനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഏതാനും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഉണ്ടായ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണമെന്ന് പോലീസ് കരുതുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ UNAയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന പണിമുടക്ക് താൽക്കാലികമായി പിൻവലിച്ചു. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് സമരം നിർത്തിയത്. ചർച്ചയ്ക്കായി ചൊവ്വാഴ്ച ഹൈക്കോടതിയിലെ മീഡിയേഷൻ സെന്ററിൽ ഹാജരാകാൻ മാനേജ്മെന്റുകളോടും UNA ഭാരവാഹികളോടും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശമ്പള വർധനവിന്റെ കാര്യത്തിൽ ഇനി 21 മാനേജ്മെന്റുമായാണ് ധാരണയിലെത്താനുള്ളതെന്ന് UNA അറിയിച്ചു. ഇതിനകം 469 ആശുപത്രികളുമായി ധാരണയിലായെന്നും UNA വ്യക്തമാക്കി. തീർപ്പ് കൽപ്പിക്കാനുള്ള ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ 50% ഇളവ് ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 2024 ഡിസംബർ 31 വരെ സംഭവിച്ച എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ചുമത്തിയിട്ടുള്ള പിഴയിൽ 50% ഇളവ് അനുവദിക്കാനാണ് തീരുമാനം. ഈ ചലാൻ കേസുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ഈ ചലാനുകൾക്ക് പിഴത്തുകയുടെ 50% ഇളവ് പ്രഖ്യാപിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ശുപാർശ അനുസരിച്ചാണ് തീരുമാനം. നിയമന ലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴ ഏപ്രിൽ 30 മുൻപ് അടച്ചു തീർക്കുമെന്ന വ്യവസ്ഥയിലാണ് 50% ഇളവ് അനുവദിക്കുക. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മിനി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അണിമ രാജേഷ് അധ്യക്ഷത വഹിച്ചു. NCPS ജില്ലാ പ്രസിഡന്റ് CL ജോയ്, വൈസ് പ്രസിഡന്റ് UK ഗോപാലൻ, ജനറൽ സെക്രട്ടറി TG സുന്ദർലാൽ, NYC സംസ്ഥാന സെക്രട്ടറി വിജിത വിനുകുമാർ എന്നിവർ സംസാരിച്ചു. പാചകവാതകമില്ലെങ്കിലും കലവറ പൂട്ടാനാകില്ലെന്നും ഇവിടത്തെ അടുപ്പ് പുകയുമെന്നും ഉറപ്പിച്ചിരിക്കുകയാണ് പൂപ്പത്തിയിലെ കൂട്ടായ്മ. പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതോടെ ഇവിടം പൂർണ്ണമായി വിറകടുപ്പിലേക്ക് മാറി. പാചകവാതകത്തിന് ക്ഷാമം നേരിടുമെന്ന മുന്നറിയിപ്പിന് മുൻപ് തന്നെ 15 ടണ്ണിലധികം വിറക് പാചകപ്പുരയോട് ചേർന്നുള്ള ഷെഡിലുണ്ടായിരുന്നു. പൂപ്പത്തിയിൽ 15 വർഷമായി ഭക്ഷണം ഒരുക്കി നൽകുന്ന CD ഗോകുലാനന്ദിന് ഇപ്പോഴത്തെ അവസ്ഥ ഒട്ടും ബാധിക്കുന്നില്ല. പാചകവാതകം പൂർണ്ണമായി ഇല്ലാതായതോടെ അടുപ്പുകളുടെ എണ്ണം വർദ്ധിച്ചു. ഗ്യാസ് ഉപയോഗം കൂടുതൽ സൗകര്യമാണെങ്കിലും പഴയതൊന്നും മറക്കാൻ കഴിയില്ലെന്നും വിറകിന് ക്ഷാമമില്ലാത്തിടത്തോളം ഈ അടുപ്പുകൾ പുകയുമെന്നും ഭക്ഷണം ഒരുക്കി നൽകുന്നതിൽ കുറവുണ്ടാകില്ലെന്നും ഗോകുലാനന്ദൻ പറഞ്ഞു. ഗ്യാസ് ഇല്ലാതെ ഞങ്ങള് ബാധിച്ചിട്ടില്ല. ഞങ്ങൾ വിറകടുപ്പിലേക്ക് മാറിയിരിക്കണം. വിറകടുപ്പിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അധികവും പണികള്. ഗ്യാസ് വരുമ്പോ വരട്ടെ, എന്തായാലും വർക്ക് ചെയ്യാതെ പറ്റില്ല. വിറയിൽ ചെയ്യാം. വിറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ലൈവായിട്ട് വല്ലതും ചെയ്യേണ്ടി വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതിന് ഗ്യാസ് ഇല്ലാണ്ട് പറ്റില്ല.
ഇവിടുന്ന് ചെയ്തു പോണതൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പച്ചക്കറി സദ്യകളായാലും നോണ്ട പരിപാടിയായാലും കുറെയൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഗോകുലാനന്ദിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേന്ദ്രത്തിൽ ഒപ്പം 8 പേരുണ്ട്. അടുത്ത മാസം മുതൽ കൂടുതൽ ആവശ്യമുള്ളതിനാൽ അതനുസരിച്ച് വിറകും ശേഖരിച്ചു വെക്കുന്നുണ്ട്. പാചകവാതകം യഥേഷ്ടമുണ്ടായിരുന്നപ്പോൾ ചോറും ബിരിയാണിയും മാത്രമായിരുന്നു അടുപ്പിൽ വെച്ചിരുന്നത്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാം വിറകടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 10 വർഷം വിദേശത്ത് ഇതേ ജോലി ചെയ്തിരുന്നത് ഉപേക്ഷിച്ചാണ് നാട്ടിലെത്തി വീടിനോട് ചേർന്ന് സംരംഭം തുടങ്ങിയത്. TCV ന്യൂസ് മാള. കോവിഡിന് ശേഷം രാഷ്ട്രീയ കക്ഷികളോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധത മാറിയെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പ്രയാസമുള്ള കാലത്ത് സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുക എന്നതാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ രീതിയെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ പൂങ്കുന്നത്ത് ആരംഭിച്ച കെ കരുണാകരൻ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സാംസ്കാരിക വേദി ചെയർമാൻ ജയലാൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, DCC സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആശിഷ് മൂത്തേടത്ത്, നടൻ ബാലസു, കോർപ്പറേഷൻ കൌൺസിലർ അഞ്ജലി രാഗേഷ് എന്നിവർ പങ്കെടുത്തു. കോവിഡിന് ശേഷമുള്ള കാലം എന്ന് പറയുമ്പോൾ ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു പുതിയ സമൂഹത്തിൽ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും പൊതുജന സേവനം ഒരു 24 hours ആക്ടിവിറ്റി ആയിട്ട് മാറ്റി. റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റംസാൻ മുബാറക്. രുചിയിലും ഗുണത്തിലും വ്യത്യസ്തമായ വിവിധ ഇനം ഈന്തപ്പഴങ്ങളാൽ വിപണി സജീവമാണ്. വിദേശ ഇനങ്ങളുടെ വലിയ ശേഖരമാണ് ഇത്തവണത്തെ നോമ്പ് വിപണിയുടെ പ്രത്യേകത. റമദാൻ കാലത്തെ ഏറ്റവും സവിശേഷമാക്കുന്ന ഒന്നാണ് നോമ്പുതുറയും അതിലെ വിഭവങ്ങളും. അതിൽ തന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഈന്തപ്പഴം. റംസാൻ വ്രതകാലം സജീവമായതോടെ വൈവിധ്യമാർന്ന ഈന്തപ്പഴങ്ങളാൽ വിപണി ഉണർന്നിരിക്കുകയാണ്. ഇസ്ലാമിക ശാസ്ത്രപ്രകാരം നോമ്പു തുറക്കാൻ ഏറ്റവും ഉത്തമം ഈന്തപ്പഴമാണ്. വ്രതാനുഷ്ഠാന പരിസമാപ്തിയിൽ നോമ്പു തുറയ്ക്കായി വിശ്വാസികൾ പ്രധാനമായും ആശ്രയിക്കുന്ന കാരയ്ക്കും ഈന്തപ്പഴത്തിനും ഇത്തവണ ക്ഷാമമില്ലെന്ന് മാത്രമല്ല, വില സാധാരണ നിലയിലുമാണ്. ഗൾഫ് നാടുകളിൽ നിന്നെത്തുന്ന ഈന്തപ്പഴത്തിന് ആവശ്യക്കാർ ഏറെയാണ്. സൗദി അറേബ്യയിലെ വിശുദ്ധ ഈന്തപ്പഴമായ അൽ അജ്വ മുതൽ ജോർദാനിലെ രാജകീയ ഇനമായ മെഡ്ജൂൾ വരെ വിപണിയിൽ സുലഭമാണ്. നമുക്ക് ഇപ്പോൾ നിലവിൽ 25 പല ഇനങ്ങളുണ്ട്. അത് ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് വരുന്നതാണ്. ജോർദാൻ വരുന്നുണ്ട്, സൗദി അറേബ്യ, ഒമാൻ, ഇറാൻ, അതുപോലെ തന്നെ അൾജീരിയ തുടങ്ങിയ വ്യത്യസ്ത കൺട്രികളുടെ വ്യത്യസ്തമായ പഴങ്ങൾ. നമ്മുടെ അടുത്ത് 180 രൂപ മുതൽ 2000 രൂപ വരുന്ന വില വരുന്ന ഈത്തപ്പഴങ്ങളുണ്ട്. അതായത് 180 സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. അതിനുശേഷം 250, 380 അങ്ങനെ തുടങ്ങിയ ഡിഫറെന്റ് പ്രൈസിലും ഡിഫറെന്റ് കൺട്രീസിന്റെയും വ്യത്യസ്തങ്ങളായ ഒരുപാട് പഴങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഇപ്പോൾ ജോർദാനി, സൗദി അറേബ്യ ഐറ്റംസുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ഈന്തപ്പഴം കൂടാതെ അത്തിപ്പഴം, ബദാം, കശുവണ്ടിപ്പരിപ്പ്, വാൾനട്ട് തുടങ്ങിയവയും നോമ്പുകാരുടെ പ്രിയ ഇനത്തിൽപ്പെട്ടവയാണ്. റംസാൻ ലക്ഷ്യമിട്ട് കേരള വിപണിയിലേക്ക് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിയും വർദ്ധിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കള്ളായി രചിച്ച കള്ളായി കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ഇമ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്റർ രേഖ വെള്ളത്തൂവൽ അധ്യക്ഷത വഹിച്ചു. കവി C. രാവുണ്ണി മുഖ്യാതിഥിയായിരുന്നു. എഴുത്തുകാരുടെയും കഥാപാത്രങ്ങളുടെയും മനോഘടന വിശകലനം ചെയ്യുന്ന മനഃശാസ്ത്ര നിരൂപണ പദ്ധതി കൂടുതൽ ശക്തിപ്പെടണമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സംവാദ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ അനന്തൻ, ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ, ഡോക്ടർ ഉഷ കെ വാര്യർ, ഡോക്ടർ ഷാജി ജെയിംസ്, അനു അനിത എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ഫോറം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, എഴുത്തുകാരായ MD രത്നമ്മ, നഫീസത്ത് BV, അപർണ ബാലകൃഷ്ണൻ, P. വിനോദ്, രാജലക്ഷ്മി മാനഴി എന്നിവർ പങ്കെടുത്തു.
എല്ലാത്തരം തുണിത്തരങ്ങളുടെയും പുതുപുത്തൻ ശേഖരമൊരുക്കി കുന്നംകുളത്തെ കേരള വസ്ത്രാലയം ഉത്സവ സീസണെ വരവേൽക്കാൻ ഒരുങ്ങി. ഉത്സവ സീസണുകളുടെ ആഘോഷത്തിമിർപ്പിൽ സജീവമാണ് വിപണി. പെരുന്നാളും വിഷുവും ഈസ്റ്ററുമെല്ലാം ഒന്നിച്ചെത്തുന്നത് വിപണിയിലെ തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഒരുക്കിയാണ് കേരള വസ്ത്രാലയം ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് വിഷുവിനും പെരുന്നാളിനും ഈസ്റ്ററിനുമെല്ലാം അനുയോജ്യമായ വസ്ത്രങ്ങളുടെ വലിയ സ്റ്റോക്കാണ് കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും ട്രെൻഡിംഗ് ആയ ലാച്ചകളും ടോപ്പുകളും കസവ് ഫാൻസി സാരികളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, കുഞ്ഞുടുപ്പുകൾ മുതൽ എല്ലാത്തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളും നിത്യോപയോഗ വസ്ത്രങ്ങളും ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് കേരള വസ്ത്രാലയത്തിൽ നിന്നും തിരഞ്ഞെടുക്കാം. ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്നതാണ് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വിവാഹ വസ്ത്രങ്ങളും മറ്റ് വിശേഷാവസരങ്ങൾക്കുള്ള വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കാൻ ധാരാളം പേർ കേരള വസ്ത്രാലയത്തിൽ എത്തുന്നതിനുള്ള കാരണം ഇവിടുത്തെ വസ്ത്രങ്ങളുടെ ഗുണമേന്മയും സെലക്ഷനും വിലക്കുറവും തന്നെയാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൌസിന്റെ ഭിത്തി ക്യാൻവാസാക്കി മനോഹരമായി പെയിന്റിംഗ് ഒരുക്കിയിരിക്കുകയാണ് ഒരു കലാകാരൻ. ചെറുകിട ജലസേചന വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന വാസുപുരം സ്വദേശി രാജേഷ് മുദ്രയാണ് തൊഴിലിടം വർണ്ണാഭമാക്കിയത്. ജോലിക്കിടയിലെ വിരസത അകറ്റാനും തൊഴിലിടം ആകർഷകമാക്കാനും ലക്ഷ്യമിട്ടാണ് കുറുമാലി പുഴയോരത്തുള്ള ആറ്റപ്പള്ളി പമ്പ് ഹൌസിന്റെ ഭിത്തിയിൽ രാജേഷ് ജീവസുറ്റ കടുവയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. 15 അടി ഉയരത്തിലും 12 അടി വീതിയിലുമാണ് ഈ ആക്രിലിക് പെയിന്റിംഗ് ഒരുക്കിയിരിക്കുന്നത്. ആറ്റപ്പള്ളി ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് 49-കാരനായ രാജേഷ്. ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോ നമ്മുടെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഇതായിട്ട് എടുക്കുമ്പോ നമുക്ക് അവിടെ ഒരു പടമൊക്കെ വരച്ച ഒരു വൃത്തിയാക്കി എടുക്കുമല്ലോ, ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കാണുമ്പോ ഒരു സന്തോഷം, ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു സംതൃപ്തി, അങ്ങനെ വരച്ചാണ്. എല്ലാവരും നന്നായിന്ന് പറഞ്ഞു, ഒരു സന്തോഷം. ചെറുപ്പം മുതലേ ചിത്രം വരയിൽ അഭിരുചിയുള്ള രാജേഷ് 10 വർഷത്തോളം കോടാലിയിലെ മുദ്ര ആർട്സ് എന്ന സ്ഥാപനത്തിന് കീഴിൽ ആർട്ട് വർക്കുകൾ ചെയ്തിരുന്നു. അക്കാദമിക തലത്തിൽ ചിത്രരചനയിൽ പരിശീലനം നേടിയിട്ടില്ലെങ്കിലും പെയിന്റിംഗിൽ അസാധാരണ വൈഭവമാണ് ഈ യുവാവിനുള്ളത്. 13 വർഷം മുൻപ് ചെറുകിട ഇറിഗേഷൻ വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ താഴെ വെച്ച ബ്രഷും ചായക്കൂട്ടും 2 വർഷം മുൻപാണ് വീണ്ടും കയ്യിലെടുത്തത്. പമ്പ് ഹൌസിലെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആക്രിലിക് മാധ്യമത്തിൽ മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന രാജേഷ് സുഹൃത്തുക്കളായ ഏതാനും കലാകാരന്മാരോടൊപ്പം ചേർന്ന് കഴിഞ്ഞ വർഷം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. രാജേഷ് വരച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഛായാചിത്രം ഏതാനും മാസം മുൻപ് വനന്തരപ്പിള്ളിയിൽ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ കൈമാറിയിരുന്നു. അടുത്ത ആഗസ്റ്റിൽ തൃശൂരിൽ നടത്താനിരിക്കുന്ന പ്രദർശനത്തിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജേഷ് ഇപ്പോൾ. TCV ന്യൂസ്, കൊടകര. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്, വോട്ടെണ്ണൽ മെയ് 4-ന്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ രാഷ്ട്രീയ ചൂടേറുന്നു. സംസ്ഥാനം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനൊരുങ്ങി ജില്ലയിലെ മണ്ഡലങ്ങൾ. തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞ ഇടതുമുന്നണി. സ്ഥാനാർത്ഥി ചർച്ച തീരാതെ UDFും NDAയും. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. MP-മാർ മത്സരിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് കെ മുരളീധരൻ. ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത് നിയമന ഉത്തരവിലെ പിഴവ് മൂലം.
ദേവീസ്തുതികളാൽ മുഖരിതമായി കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പക്കാവ്. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.